ഹലോ. അപ്പോൾ ഇന്നലെ നമ്മുടെ ചാനലിൽ നമ്മളൊരു ക്രിസ്മസ് ബ്ലൈൻഡ് ബാഗിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിട്ടുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ മുമ്പും ഇതുപോലെ ബ്ലൈൻഡ് ബാഗ്സ് ഒക്കെ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തപ്പോൾ അതിലും നമുക്ക് ഈ റിക്വസ്റ്റ് സെയിം റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്ലൈൻഡ് ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ബ്ലൈൻഡ് ബാഗ്സിലൊക്കെ പെട്ടെന്നൊന്നും ഉണ്ടാക്കി കഴിയുന്നില്ല, പക്ഷേ കുറച്ച് സമയം എടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ബ്ലൈൻഡ് ബാഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഓപ്പൺ ചെയ്യുന്ന പാർട്ടാണ് ഇഷ്ടം, ഇത് ഉണ്ടാക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് A4 ഷീറ്റ്സ് ആണ്. നമ്മൾ എന്ത് കളറാണോ എടുക്കുന്നത് ആ കളറുള്ള പേപ്പേഴ്സൊക്കെ ഒന്ന് എടുക്കുക. എന്നിട്ട് ഞാനൊരു A4 ഷീറ്റ് 4ആയിട്ട് മടക്കിയിട്ട് അതിലൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ സ്ക്വിഷി ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ബ്ലൈൻഡ് ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിനായിട്ട് എന്ന് പറയുന്നത് ഒരു സ്ക്വിഷിയാണല്ലോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ബ്ലൈൻഡ് ബാഗ് ആയിക്കോട്ടെ, ഞാനിവിടെ ക്രിസ്മസ് ട്രീൻ്റെ സ്ക്വിഷിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഒരു പേപ്പർ എടുത്തിട്ട് അതിലൊരു ക്രിസ്മസ് ട്രീനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പിൽ തന്നെ സ്ക്വിഷി ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തി ഉണ്ടാവില്ല, ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, വലിയ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ക്രിസ്മസ് ട്രീ വരച്ചു കൊടുത്തിട്ട് അതിനെ ഒരു കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കുക. ഈ ക്രിസ്മസ് ട്രീ എന്തിനാണ് വരച്ചതെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ക്വിഷിൻ്റെ മെയിൻ പാർട്ടായിട്ട് നമ്മളിത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 പീസുള്ള പേപ്പേഴ്സ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ സൈഡ്സും കൂടെ ഞാൻ അതിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ സിന്തറ്റിക് ഫൈബർ ഉണ്ട്, അതായത് നമ്മുടെ ടെഡി ബിയറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ പില്ലോൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഫൈബർ ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പകരം നിങ്ങൾക്ക് ഇത് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്മോൾ പേപ്പേഴ്സിൻ്റെ ബിറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറില്ലേ, അതിട്ട് കൊടുക്കാനും പറ്റും കേട്ടോ. ഈ ഫൈബർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ആ ഒരു ഭാഗം കൂടെ ജോയിൻ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്വിഷി റെഡി ആയിട്ടോ. ഇപ്പോൾ ഞാൻ ഈ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് ഞാനൊരു ചെറിയൊരു എൻവലപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സ്റ്റിക്കേഴ്സ് ആട്ടോ. അത് നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ഓപ്പണിംഗ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒരു ക്രിസ്മസ് കാർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൈൻഡ് ബാഗാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ക്രിസ്മസ് കാർഡൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനൊക്കെ വരച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കാർഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവലപ്പും കൂടെ ഞാനൊരു റെഡ് കളർ പേപ്പർ എടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്. ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് എൻവലപ്പ് ഉണ്ടാക്കുന്നത്, അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു കാര്യം കൂടെ ഡൗട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എൻവലപ്പ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റം എന്താ പറയുക, കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുള്ള സൈസിൽ ഉണ്ടാക്കുക. എന്നാലേ ഇത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡിൻ്റെ കറക്റ്റ് സൈസിലാണ് ഞാൻ ഈ ഒരു എൻവലപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും സൈസ് മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ എൻവലപ്പിൻ്റെ പുറം സൈഡും കൂടെ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ആ ഒരു ബാഗ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് റെഡ് കളർ പേപ്പർ എടുത്തിട്ട് സെൻറ്റർ ആക്കിയിട്ട് 3 സൈഡ്സും ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, നമ്മുടെ ഐറ്റംസ് ഒക്കെ വെക്കണമല്ലോ. അപ്പോൾ ഈ റെഡ് കളറിൽ ഞാൻ വൈറ്റ് കളറിലാണ് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ബ്രസ്റ്റോൻ്റെ ഒരു വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വൈറ്റ്നർ യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാനിപ്പോൾ ദാ ഈ ബ്ലൈൻഡ് ബാഗിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ സ്ക്വിഷിയും സ്റ്റിക്കേഴ്സും അതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കാർഡൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സൈഡും കൂടെ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബ്ലൈൻഡ് ബാഗിൻ്റെ ഈ സൈഡ്സ് ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഫെവിക്കോളെല്ലാം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാം, വേണമെങ്കിൽ ഇത്ര ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, വെറും സ്ക്വിഷി മാത്രമായിട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് ബ്ലൈൻഡ് ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ബ്ലൈൻഡ് ബാഗ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് ബ്ലൈൻഡ് ബാഗ് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത്. പിന്നെ ആ കാണുന്ന കുഞ്ഞിക്കൈ നിങ്ങൾ മൈൻഡ് ചെയ്യണം കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ അടുത്തുണ്ടാകുന്ന ഒരു കുഞ്ഞിക്കൈയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇനിയും നല്ല അടിപൊളി ക്രിസ്മസ് ക്രാഫ്റ്റ്സ് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.